ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ മാത്രമല്ല ലോകം മുഴുവൻ വളരെ ആശങ്കയോടുകൂടിയും സങ്കടത്തോടുകൂടിയും ഒക്കെ നോക്കിക്കാണുന്ന ഒരു വലിയ ദുരന്തമായിരുന്നു നേപ്പാളിലുണ്ടായ പ്രകൃതി ദുരന്തം. അപ്പം ഈ പ്രളയത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമായ കണക്കുകൾ അനുസരിച്ച് 392 പേർക്കാണ് മിന്നൽ പ്രളയത്തിൽ ജീവൻ നഷ്ടമായത്. 1500ഓളം പേരെ ഇനിയും കണ്ടെത്താൻ പറ്റിയിട്ടില്ലെന്ന പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത്. പ്രളയബാധിത പ്രദേശങ്ങളിൽ സേനകളുടെയും സന്നദ്ധ സംഘടനകളുടെയും തെരച്ചിൽ തുടരുകയാണ്. ഹരിത നമുക്കൊപ്പം ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി തത്സമയം ചേരുന്നുണ്ട്. ഹരിത, ഗുഡ് മോർണിംഗ് ഹരിത. ലോകം ഒന്നടങ്കം വളരെ ആശങ്കയോടുകൂടിയും വേദനയോടുകൂടിയും നോക്കുകയാണ് നേപ്പാളിൽ. പ്രത്യേകിച്ച് ആ ദുരന്തത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലാകട്ടെ അതല്ലാതെ അന്തർദേശീയ മാധ്യമങ്ങൾ പുറത്തുവിടുന്നതാകട്ടെ, ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന ദൃശ്യങ്ങളാണെങ്കിലൊക്കെയും ഹൃദയഭേദകമാണ്. നേപ്പാളിന്റെ മുന്നത്തെ കാഴ്ചയും ഇപ്പോഴത്തെ കാഴ്ചയൊക്കെ കമ്പയർ ചെയ്തുകൊണ്ടുള്ള ഒരുപാട് ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നു. ഇതിലേറ്റവും പ്രധാനം 390 മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നും 1500ഓളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നുള്ളതുമാണ്. ഏറ്റവും ഒടുവിൽ സ്ഥിരീകരിക്കപ്പെട്ട് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ സാഹചര്യത്തെ എങ്ങനെ വിശകലനം ചെയ്യാം ഹരിത? ഗുഡ് മോർണിംഗ് സേതു പറഞ്ഞതുപോലെ തന്നെ ഒരു 2 രാത്രി ഇരുട്ടി പുലർന്നപ്പോഴേക്കും നേപ്പാളിൻ്റെ അവസ്ഥ അപ്പാടെ തകിടം മറിച്ചിരിക്കുകയാണ്. നേപ്പാൾ എന്ന രാജ്യത്തെ തന്നെ മൊത്തത്തിൽ തകിടം മറിച്ചിരിക്കുന്ന ഒരു മിന്നൽ പ്രളയമാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടുണ്ടായത്. അതിൽ തന്നെ ഏറ്റവും ഖേദകരമായിട്ടുള്ള ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ മരണസംഖ്യ ഉയരുന്നു. 392 പേർക്കാണ് ഇപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നത്. ഇതിൽ തന്നെ മറ്റൊരു സങ്കടകരമായിട്ടുള്ള കാര്യം 1500 പേർ ഇപ്പോഴും കാണാമറയത്താണ്. എന്നാൽ ആശ്വാസകരമായിട്ടുള്ള മറ്റൊരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ രക്ഷാപ്രവർത്തനം വളരെ ഊർജിതമായിട്ടാണ് അവിടെ നടക്കുന്നത്. പക്ഷെ വളരെ ശ്രമകരമാണെന്നുള്ളൊരു ആശങ്കയുമുണ്ട്. കാരണം കുതിച്ചുയർന്ന മിന്നൽ പ്രളയ ജലത്തിൽ നിന്നും ജനങ്ങളെ കണ്ടെത്തുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു കാര്യമാണ്. പക്ഷേ അവിടെ രക്ഷാപ്രവർത്തനം വളരെ ഊർജിതമായിട്ടാണ് നടക്കുന്നത്. എന്നാൽ നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നേപ്പാളിൽ തന്നെ വീണ്ടും ഒരു മിന്നൽ പ്രളയ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. കാരണം ഈ വന്നിട്ടുള്ള പ്രളയജലം കെട്ടിക്കിടക്കുന്ന മറ്റ് 2 തടാകങ്ങൾ കൂടെ രൂപപ്പെട്ടിട്ടുണ്ട് ും ഈ തടാകങ്ങൾ കരകവിഞ്ഞൊഴുകാൻ സാധ്യതയുണ്ടെന്നും ഇതിനെ തുടർന്ന് വീണ്ടും ഒരു മിന്നൽ പ്രളയ സാധ്യതയുണ്ടെന്നുള്ളൊരു ആശങ്കാജനകമായിട്ടുള്ളൊരു മറ്റൊരു വസ്തുതയും കൂടെ US ജിയോളജിക്കൽ സർവേ പുറത്തുവിടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ തടാകങ്ങൾ പൊട്ടിയാൽ വീണ്ടും വലിയ തോതിലുള്ള ഇപ്പോഴുണ്ടായിരിക്കുന്നതിനേക്കാൾ എന്നാൽ വലിയ തോതിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കാവുന്ന തരത്തിലുള്ളൊരു മിന്നൽ പ്രളയ സാധ്യതയാണ് പറയുന്നത്. ഇതിനോടനുബന്ധിച്ച് തന്നെ ടിബറ്റ് ഭാഗത്ത് ഏകദേശം 30 ലക്ഷം ഘനയടി വെള്ളം സംഭരണശേഷിയുള്ള മറ്റൊരു തടാകം കൂടെ രൂപപ്പെട്ടതായി ചൈനയും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്നാൽ ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം 1000-നടുത്ത് സുരക്ഷാ സേനകളെയും രക്ഷാപ്രവർത്തകരെയും പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 69 ഹെലികോപ്റ്ററുകളിലായിട്ട് 571 പേരെ രക്ഷപ്പെടുത്തി എന്നൊരു വാർത്തയും ഏറെ ആശ്വാസകരമായിട്ടുള്ളതാണ്. 3500 പേരെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ നേപ്പാൾ പ്രധാനമന്ത്രി ബലേന്ദ്ര ഷാ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും എല്ലാ സഹായവും ഇന്ത്യ അടക്കം ചെയ്തിട്ടുള്ള എല്ലാ സഹായത്തോടും നന്ദി പറഞ്ഞിട്ടും രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നേപ്പാളിൻ്റെ സമീപ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ സമീപ അതിർത്തി സംസ്ഥാനങ്ങളായ ബീഹാറിലും ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും ഒക്കെ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. കാരണം അവിടുന്ന് ഉത്ഭവിക്കുന്ന നദികൾ ഈ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്നത് കാരണം വലിയ തരത്തിലുള്ള തീരത്തുള്ള ജനങ്ങൾക്ക് വലിയ തരത്തിലുള്ള ആശങ്കകൾ ഉള്ളത് കാരണം ജാഗ്രതാ നിർദ്ദേശം പുലർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രളയ സാധ്യത കണക്കിലെടുത്ത് വലിയ തരത്തിലുള്ളൊരു ജാഗ്രതാ നിർദ്ദേശം അടുത്ത 2 ദിവസത്തേക്കും നൽകിയിട്ടുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ ദിവസമൊക്കെ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ തോതിലുള്ള ദൃശ്യങ്ങളാണ് പ്രചരിച്ചിരുന്നത്. ഇന്നലെ തന്നെ നേപ്പാളിലെ പ്രളയത്തിൽ നിന്നും വന്നതെന്ന് സംശയിക്കപ്പെടുന്ന 2 മൃതദേഹങ്ങൾ ഇന്ത്യയിലെ ബീഹാർ സംസ്ഥാനത്തിലെ ഒരു തീരപ്രദേശത്ത് എത്തിയതായിട്ട് സങ്കടകരമായ കാര്യം ഹരിത പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിൽ നിന്നടക്കം ഈ ദുരന്തത്തിൽ അകപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന 2-3 പേരുടെ മൃതദേഹങ്ങളൊക്കെ കണ്ടെത്തുന്നു എന്ന് പറയുന്നത് അത് അത്രയും ഹൃദയഭേദകം കൂടിയാണ്.